വിസ്മിലിറ്റി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക. അർജുന നിയമലംഘനം പ്രമോ വന്നിരിക്കുകയാണ്. അർജുൻ ഹൗസ് വൈഫ്സിൽ വെച്ചിരുന്ന പാലെടുത്ത് കുടിച്ചു, ആരോടും ചോദിക്കാതെ എടുത്ത് കുടിച്ചു. അതിനെതിരെ ഗബ്രിയും യമുനയും ഒക്കെ ആയിട്ട് ചെറിയൊരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തെയാണ് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്. റോക്കി ആണെങ്കിൽ റോക്കിയുടെ ഫ്രണ്ട്സായ ഇപ്പോൾ ഋഷിയെ നോമിനേറ്റ് ചെയ്ത സമയത്താണെങ്കിലും അതുപോലെ അർജുനെ നോമിനേറ്റ് ചെയ്ത സമയത്തും അർജുൻ്റെ ഈ പ്രശ്നം വന്നപ്പോഴൊക്കെ റോക്കി വളരെയധികം വല്ലാതെ എന്താ പറയുക പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് റോക്കിയുടെ ഗെയിമിനെ നന്നായിട്ട് ബാധിക്കും. കാര്യം ഇങ്ങനെ തൻ്റെ ഫ്രണ്ട്സിനെ എന്ത് പറഞ്ഞാലും കയറി ഇടപെടുന്ന ആ ഒരു സ്വഭാവം ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ റോക്കിയുടെ എന്താ പറയുന്നത് ഗെയിമിനെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ആ ഒരു പെട്ടെന്ന് പ്രൊവോക്ഡ് ആക്കാൻ എല്ലാവർക്കും സാധിക്കും, പെട്ടെന്ന് പ്രൊവോക്ക് ആകുകയും ചെയ്യും. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ റോക്കിയുടെ ഹൗസിലുള്ള നിലനിൽപ്പിനെ തന്നെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ശ്രീരേഖയാണെങ്കിൽ പോലും അർജുനെ തെറ്റ് പറയുന്ന കാര്യത്തിൽ ഗബ്രിയോട് നന്നായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും അവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. കാര്യം റസ്മിൻ പവർ റൂമിൽ കയറിയ കാര്യം എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞില്ല എല്ലാവരോടും എന്നൊരു ചോദ്യം ശ്രീരേഖ ഇപ്പോൾ ശ്രീരേഖയുടെ നിലപാടുകളും ഗെയിമുകളും ഒക്കെ പുറത്ത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. പിന്നെ ബിഗ് ബോസ് അങ്ങനെ ഒരു മുട്ടൻ പണിയാണ് ജയിലിൽ കിടക്കുന്ന ദിശാനയ്ക്ക് അർജുനും കൊടുത്തിരിക്കുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഹൗസ് മേറ്റ്സിൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ ബിഗ് ബോസ് കൊടുത്ത ഈ ഒരു ടാസ്കിൽ മുട്ടൻ പണി കിട്ടാൻ ചാൻസ് ഉള്ളൊരു സമയമാണ്. കാര്യം ഹൗസ് മേറ്റ്സ് ഡ്രസ്സ് അയൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചൊരു പണി അർജുന് കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനം. അതായത് അവരുടെ കയ്യിലുള്ള എല്ലാ ഡ്രസ്സും വേണേൽ കൊണ്ടുവന്ന് അർജുനെ കൊണ്ട് അയൺ ചെയ്യിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അർജുൻ്റെ ഗെയിം നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അർജുൻ്റെ തിങ്കിങ് പവറിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ അർജുനിലെ ഗെയിം ഉണർന്നൊരു സമയമാണിത്. അർജുൻ പറയുന്നുണ്ട് ഒരൊറ്റ വാക്ക്, ആ ഒരൊറ്റ വാക്ക് കൊണ്ട് അർജുൻ്റെ ജോലി ഏറ്റവും എളുപ്പമായി കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ അർജുൻ ഇവിടെ പറയുന്നുണ്ട് ഞാൻ അയൺ ചെയ്യാം, പക്ഷെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അറിയാതെ ചൂട് കൂടി ഉരുക എന്തായാലും ചെയ്താൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് എന്നെ പേടിച്ചിട്ടാണോ അല്ലയോ എല്ലാവരും കുറച്ച് തുണികൾ മാത്രമാണ് കൊണ്ട് കൊടുക്കുന്നത്. അവിടെ അർജുൻ്റെ പണി എളുപ്പമാവുകയും ചെയ്ത് ടാസ്ക് വിജയകരമായി പൂർത്തീകരിക്കാനും സാധിക്കും. ഏതായാലും അർജുനിലെ ഗെയിം ഓൺ ആകുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും ഓണായി നല്ല രീതിയിൽ കളിക്കാൻ അർജുന് സാധിക്കട്ടെ. അപ്പോൾ പുതിയ അപ്ഡേറ്റും പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും. ടാറ്റ.